വാൾപ്പാറയിലെ അപകടത്തിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ പുറത്തം കിട്ടിയിട്ടില്ല. ആശുപത്രിയിൽ കിടക്കുന്ന ഡ്രൈവർ നൗഷാദ് അലി പറഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം മനസ്സിലാവുള്ളൂ. ഇതിന് മുന്നേ ഫായിസ് എന്ന് പറയുന്ന 22 വയസ്സുകാരനാണ് ആ വണ്ടി ഓടിച്ചിരുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. അത് കേട്ടിട്ട് കുറേ ആൾക്കാർ ആ പയ്യനെ കുറ്റം പറഞ്ഞു. ചെറിയ പയ്യനാണ്, പക്വതല്ല, എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പം എന്തായി? ആ പറഞ്ഞതൊക്കെ വെറുതായില്ലേ? ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയില്ല, അതാദ്യം മനസ്സിലാക്കുക. ഈ നൗഷാദ് എന്ന് പറഞ്ഞ് 31 വയസ്സുള്ള അതേ സ്കൂളത്തെ ബസ്സിലെ ഡ്രൈവറാണ്, എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപകടം സംഭവിക്കില്ല. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇതൊന്നും നമ്മളെ കയ്യിലല്ല, ഇതൊക്കെ പടച്ചോൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. പകുതി മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ, ബാക്കി നിയന്ത്രണം പടച്ചോൻ്റെ കയ്യിലാണ്. ഒരു ഇറക്കം നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണ്, പെട്ടെന്ന് ഒരു പൂച്ച പട്ടി മുന്നിലേക്ക് ചാടി നമ്മൾ എങ്ങനെയാലും വെട്ടിക്കും, നമ്മളെ നിയന്ത്രണം പോകും. ആ മൈക്രോ സെക്കൻഡിൽ എത്ര എക്സ്പീരിയൻസ്, എത്ര സ്കില്ലുള്ള ഡ്രൈവർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പപ്പട പൊടിനായിരിക്കും. ചിലർ ആ വെപ്രാളത്തിൽ ബ്രേക്ക് കാണിച്ചിട്ട് ക്ലച്ചുമ്പോൾ ചവിട്ടിയിട്ട് അപകടത്തിൽ കണ്ട് കയറി കൊടുക്കും ചെയ്യും. ചിലർ ഇനി ബ്രേക്ക് കുടിച്ചാണ്ട് നിർത്തിയാൽ തന്നെ ആ വ്യക്തിയോട് ചോദിച്ചു നോക്കാം, നിങ്ങൾ എങ്ങനെ ബ്രേക്ക് കുടിച്ചെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയും കൂടില്ല. അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഒരു കൈ ഇതിൻ്റെ പിറകിലുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ പേരിലൊന്നും ഈ ഡ്രൈവർ പണി എന്ന് പറഞ്ഞാൽ സാധാരണ പണി മാതിരിയല്ല. 50% മാത്രമേ ഡ്രൈവറേക്കുള്ളൂ, ബാക്കി 50% പടച്ചവൻ്റെ ഒരു ദൈവാധീനം എന്നൊക്കെ പറയില്ല, അതാണ്. ചില ഡ്രൈവർമാരുണ്ട് എന്തെങ്കിലും അപകടത്തിൽ നിന്നൊക്കെ അതിസാഹസികമായി വെട്ടിച്ച് കഴിച്ചിലാക്കണം. നമ്മൾ പറയും അടിപൊളി ഡ്രൈവർ, എക്സ്പീരിയൻസ് ഡ്രൈവർ, അത് അവൻ്റെ സ്കില്ലാണെന്നൊക്കെ പറയാം. വെറും 50% മാത്രമേ അവൻ്റെ സ്കില്ലുള്ളൂ, ബാക്കി 50% പടച്ചോൻ വിചാരിച്ചതാണ്. പടച്ചോൻ ആ വിചാരിച്ചിട്ട് ചെയ്യാണ്ടെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. ഇത് പറയാനുള്ള കാരണം, ഞാനിവിടെ സൗദിയിൽ വർഷങ്ങളായിട്ട് ഡ്രൈവറാണ്. മാത്രമല്ല അബഹ ചുരം 2 മാസത്തിൽ ഒരിക്കലെങ്കിലും കയറി ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. മാത്രമല്ല ഈ ചുരം ഇറങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് സെക്കൻഡ്, ഏത് ഗിയറിലാണ് കയറിയത് ഫസ്റ്റിൽ സെക്കൻഡിലായിരിക്കും. അപ്പോൾ ആ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയർ ഇട്ടുകൊണ്ട് ഇറങ്ങി വരിക. ഈ ഫസ്റ്റ് ഗിയർ ഇട്ടാണ് ഏറ്റവും നല്ലത്. ഇനി സെക്കൻഡ് ഗിയറിലാണെങ്കിൽ തന്നെ ഈ എയർ പിന്നിങ്ങനെ ഒടിയുമ്പോൾ എങ്ങനെയാലും ഫസ്റ്റ് തട്ടുക. ബ്രേക്ക് എപ്പോഴും അതിന് പണിയെടുക്കുക, അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ അതിന് ചവിട്ടാൻ പാടുള്ളൂ. ഈ ബ്രേക്ക് എപ്പോഴും ഇങ്ങനെ അതിന് ചവിട്ടി അതിൻ്റെ ലൈനർ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടില്ല. അപ്പോൾ ഇത് അറിയാത്തൊരു കുറേ ആൾക്കാരുണ്ട്, അവർക്കും വേണ്ടിയിട്ടാണ്. അറിഞ്ഞവർക്കല്ല, അറിഞ്ഞവർ ഇപ്പം എന്നോട് ചൂടാണ്ട, എജ്ജ് പറഞ്ഞിട്ട് വേണമെന്നൊന്നും ചോദിക്കണ്ട, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഈ വാൾപ്പാറയിൽ ഇങ്ങനത്തെ ഒരു അപകടത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. പക്ഷേ ഇങ്ങനത്തെ അപകടങ്ങൾ കാണാനും കേൾക്കാനുള്ള വിധി ഉണ്ടാവരുതേ എന്നാണ് പ്രാർത്ഥന.